കുഞ്ഞുങ്ങളാവാത്ത ആൾക്കാർക്ക് നമ്മൾ ഒരു കുഞ്ഞിനെ അവരുടെ കയ്യിലേക്ക് കൊടുക്കുമ്പോൾ, അതും ഒരുപാട് വർഷങ്ങൾ കുട്ടികളാവാത്ത ഒരു ദമ്പതികൾക്ക് നമുക്കൊരു കുഞ്ഞിനെ നമ്മളാൽ ഉണ്ടാക്കി കൊടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിലൊരു ദൈവത്തിൻ്റെ കൈയാണ് ഞാൻ കാണുന്നത്. അപ്പോൾ അതാണ് മെയിൻലി ഈ ഒരു എന്താ ഒരു സബ് സ്പെഷ്യാലിറ്റി അല്ലെങ്കിൽ സൂപ്പർ സ്പെഷ്യാലിറ്റി ഞാൻ ചൂസ് ചെയ്യാനുള്ള കാരണം. പലപ്പോഴും നമ്മൾ കുറേ ആൾക്കാർ നമ്മുടെ ശരിക്കും ഒരു ദൈവത്തിനെ പോലെയാണ് കാണുന്നത്. അത്രയും വർഷങ്ങൾ ഒരു കുഞ്ഞുങ്ങളില്ലാതിരുന്ന് നമ്മുടെ അടുത്തേക്ക് വന്ന് നമ്മുടെ എഫേർട്ട് കാരണം അവരുടെ കയ്യിൽ ഒരു കുഞ്ഞിനെ കിട്ടുമ്പോഴുള്ള ആ ഒരു സന്തോഷം അവർ ശരിക്കും നമ്മളൊരു ദൈവതുല്യമായിട്ടാണ് കാണുന്നത്. അപ്പോൾ അതിന് ഒരുപാട് നമുക്ക് സന്തോഷവും ശരിക്കും ഒരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ടാവുന്നത് ഒരു ജോബാണ്. ഇന്നത്തെ കാലത്ത് മെയിനായിട്ടും നമ്മുടെ ലൈഫ് സ്റ്റൈൽ ഡിസോർഡേഴ്സ് കുറേ വന്നിട്ടുണ്ട്. പിന്നെ ഒരു നല്ല കാര്യം അതിൻ്റെ അവെയർനെസ്സും കൂടിയിട്ടുണ്ട്. അപ്പോൾ എസ്പെഷ്യലി ആ ഒരു റീപ്രൊഡക്റ്റീവ് ഏജ് സ്ത്രീകൾ, അതായത് ഒരു 20 to ഒരു 40 ഇയേഴ്സിനുള്ളിൽ സ്ത്രീകൾക്ക് ഉണ്ടാവുന്ന പ്രശ്നങ്ങൾ പണ്ടത്തെക്കാൾ ഒരുപാട് കൂടിയിട്ടുണ്ട്. ഒരുപാട് സ്ത്രീകൾ നമ്മുടെ അടുത്തേക്ക് വന്നിട്ടുണ്ട്. അതിൽ മെയിനായിട്ടുള്ളതാണ് ഈ പോളിസിസ്റ്റിക് ഒവേറിയൻ ഡിസീസ്, എൻഡോമെട്രിയോസിസ്, ഫൈബ്രോയിഡ്, അഡിനോമയോസിസ്. ഈ രോഗങ്ങളെല്ലാം ഇപ്പോൾ വളരെയധികം കൂടിയിട്ടുണ്ട്. അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ മെയിനായിട്ടുള്ള ലൈഫ് സ്റ്റൈലാണ്. കുറേ സെഡൻഡറി ആയിട്ടുള്ള ലൈഫ് സ്റ്റൈൽ, നമ്മുടെ ഡിസീസിൻ്റെ പ്രസൻറ്റേഷൻ നമ്മൾ കുറച്ചും കൂടെ മനസ്സിലാക്കി തന്നെ, അതുകൊണ്ട് കുറേ ആൾക്കാർ നമ്മുടെ അടുത്തേക്ക് വരുന്നുണ്ട്. പിന്നെ നമ്മുടെ ഭക്ഷണ രീതികൾ, നമ്മുടെ എക്സസൈസ് ഇല്ലായ്മ, നമ്മുടെ IT പ്രൊഫഷൻ, അപ്പോൾ നമ്മൾ ആക്റ്റീവ് ആവുന്നില്ല, നമ്മൾ കുറേ നേരം സ്ക്രീനിൻ്റെ മുന്നിലിരിക്കുന്നു, സ്ട്രെസ്സ് വർദ്ധിക്കുന്നു. അപ്പോൾ അങ്ങനെ കുറേ പ്രശ്നങ്ങൾ. പിന്നെ പോരാത്തതിന് ഇൻഫെർട്ടിലിറ്റിയും. കാരണം സ്ത്രീകളെല്ലാവരും ലേറ്റ് ആയിട്ടാണ് ഇപ്പോൾ വിവാഹം കഴിക്കാനായിട്ട് താല്പര്യപ്പെടുന്നത്. അവരുടെ ജോബ്, അവരുടെ കരിയർ, അവരുടെ എഡ്യൂക്കേഷൻ എല്ലാം ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ അതുകൊണ്ട് ഇൻഫെർട്ടിലിറ്റിയുടെ കാരണങ്ങളും കൂടി വരുന്നുണ്ട്. പോരാത്തതിന് ഈവൻ ഇൻ മെയിൽസ്, അതായത് പുരുഷന്മാരിലും ആ ഇൻഫെർട്ടിലിറ്റിയുടെ റീസൺസും അതിൻ്റെതായ ഇൻസിഡൻസും കൂടി വരുന്നുണ്ട്. കാരണം അവരുടെയും ലൈഫ് സ്റ്റൈല് മാറി വരികയാണ്. അപ്പോൾ പുരുഷന്മാരിലുള്ള ഇൻഫെർട്ടിലിറ്റിയുടെ കാരണങ്ങളും കൂടി വരികയാണ്. അപ്പോൾ ഇതെല്ലാമാണ് ഇപ്പം മെയിൻലി നമുക്ക് നമ്മുടെ അടുത്തേക്ക് ആൾക്കാർ വരുന്ന മെയിൻ ആയിട്ടുള്ള പ്രശ്നങ്ങൾ ആയിട്ട് കാണുന്നത്. ഒരു യങ് കപ്പിൾ, അതായത് ഒരു 35 ഇയേഴ്സിൽ താഴെ ആയിട്ടുള്ള ഒരു കപ്പിളാണെന്നുണ്ടെങ്കിൽ അവർ നാച്ചുറലി ഒരു പ്രൊട്ടക്ഷനും യൂസ് ചെയ്യാണ്ട് ട്രൈ ചെയ്തിട്ട് ഒരു വർഷം കഴിഞ്ഞിട്ടും കുഞ്ഞാവുന്നില്ല, അതായത് ഒരുമിച്ച് നിൽക്കുന്നു, പ്രൊട്ടക്ഷനൊന്നും യൂസ് ചെയ്യുന്നില്ല, ഒരു വർഷമായിട്ട് അവർ ട്രൈ ചെയ്യുന്നു, എന്നിട്ടും ആയിട്ടില്ല എന്നുണ്ടെങ്കിൽ അവർ വന്നൊരു ഫെർട്ടിലിറ്റി എക്സ്പെർട്ടിനെ കാണണം. സെക്കൻഡ് തിങ്, 35 വയസ്സിന് ശേഷം അത് കൂടുതലുള്ള സ്ത്രീകൾ ആണെന്നുണ്ടെങ്കിൽ അവർ 6 മാസമേ ട്രൈ ചെയ്യാൻ പാടുള്ളൂ. അതായത് 6 മാസം ട്രൈ ചെയ്തിട്ടും ആയിട്ടില്ല എന്നുണ്ടെങ്കിൽ അഗെയിൻ ഇതേപോലെ പരിശോധിക്കാൻ ചെല്ലണം. ഇതൊരു വേറെ ഇഷ്യൂസ് ഒന്നും ഇല്ലാത്ത ഒരാളാണ്. പക്ഷേ ഇപ്പോൾ നമുക്ക് സൈക്കിൾസ് റെഗുലർ അല്ല, അല്ലെങ്കിൽ നേരത്തെ ഹിസ്റ്ററി ഓഫ് എൻഡോമെട്രിയോസിസ് അല്ലെങ്കിൽ ഫൈബ്രോയിഡ്, അങ്ങനെ എന്തെങ്കിലും നേരത്തെ പ്രശ്നങ്ങളുള്ള ഒരാളാണെന്നുണ്ടെങ്കിൽ അങ്ങനെ ഒരു വർഷത്തേക്ക് നമ്മൾ വെയിറ്റ് ചെയ്യരുത്. അതിന് മുന്നേ തന്നെ നമ്മൾ ഡോക്ടറെ പോയി കണ്ട് വേറെ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ എന്ന് മനസ്സിലാക്കി അതിനനുസരിച്ചുള്ള ചികിത്സ ചെയ്തിട്ട് നമ്മൾ എത്രയും പെട്ടെന്നാവുന്നു അത്രയും പെട്ടെന്ന് അതിനുള്ള ഒരു എക്സ്പേർട്ട് ഗൈഡൻസ് നമ്മൾ എടുക്കണം. അതർവൈസ് വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ലാത്ത ഒരാളാണ്, ഒരു കപ്പിളാണെന്നുണ്ടെങ്കിൽ ലെസ് ദാൻ 35 ഇയേഴ്സ്, ഒരു വർഷം വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം, നോ പ്രോബ്ലം അറ്റ് ഓൾ. കാരണം ഒരു സൈക്കിളിൽ നമുക്ക് കൺസീവ് ചെയ്യാനുള്ള ചാൻസസ് 12% മാത്രമാണ്. അപ്പോൾ നമ്മൾ ഒരു വർഷത്തിൽ അക്യൂമുലേറ്റ് ചെയ്തിട്ടാണ് നമ്മൾ ആ ഒരു 100% ആവുന്നില്ല എന്ന് നമ്മൾ ഉറപ്പ് വരുത്തുന്നത്. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ കാണേണ്ടത് വന്ധ്യത ഒരു അസുഖമല്ല, അത് അസുഖത്തിനേക്കാളും കൂടുതലും അതൊരു സോഷ്യൽ സ്റ്റിഗ്മ, അതായത് ഇത്രയും വർഷങ്ങൾ കഴിഞ്ഞിട്ട് ഇപ്പോഴും ഒരു വന്ധ്യത അല്ലെങ്കിൽ ഇൻഫെർട്ടിലിറ്റീനെ ഒരു സോഷ്യൽ സ്റ്റിഗ്മ ആയിട്ടാണ് എല്ലാവരും കാണുന്നത്. അപ്പോൾ അത് അങ്ങനെ കാണാണ്ട് അത് വേറെ ഏതോ ഒരു പ്രശ്നം പോലെയും നമ്മൾ അതിനെ അങ്ങനെ തന്നെ കണ്ട് അതിൻ്റെതായ ഒരു സൊല്യൂഷൻ കണ്ടെത്തുക എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. അപ്പോൾ നമുക്കൊരു ബുദ്ധിമുട്ടുണ്ട്, ഒരു വർഷം നമ്മൾ ട്രൈ ചെയ്തു, എന്നിട്ടും നമുക്ക് കുഞ്ഞുങ്ങളാവുന്നില്ല എന്നുണ്ടെങ്കിൽ ഉടനടി ഡോക്ടറെ പോയി കാണുക എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ്. അപ്പോൾ എല്ലാവരും അയ്യോ അവരെന്ത് വിചാരിക്കും, നാട്ടുകാരെന്ത് പറയും, വീട്ടുകാരെന്താണ് ആലോചിക്കുന്നത്, ആരോട് എന്താ പറയേണ്ടതെന്ന് അറിയാത്ത, അപ്പോൾ നമ്മുടെ സൊസൈറ്റിയുടെ ഒരു കാഴ്ചപ്പാടാണ് ഏറ്റവും ആദ്യം മാറ്റേണ്ടത്. അതിന് ചികിത്സ എത്രയും പെട്ടെന്ന് എടുക്കുന്നോ അത്രയും നമുക്ക് ഒരുപാട് ഫാക്ടേഴ്സ് നമുക്ക് പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ അത് ഏറ്റവും ഒന്ന്. രണ്ടാമത്തത്, വന്ധ്യത ഒരു സ്ത്രീകളുടെ മാത്രം പ്രശ്നമായിട്ട് ഇപ്പോഴും പല സ്ഥലങ്ങളിലും കാണപ്പെടുന്നുണ്ട്. അപ്പം അത് മാറ്റി വെച്ച് ഇതൊരു കപ്പിൾ, അതായത് സ്ത്രീനെയും പുരുഷനെയും ഈക്വലി നമ്മൾ നോക്കി പരിശോധിച്ച് അതിൻ്റെ ടെസ്റ്റുകൾ ചെയ്തിട്ട് വേണം എന്താണ് റീസൺ എന്നുള്ളത് കണ്ടെത്താനായിട്ട്. പിന്നെ ഇതിനെല്ലാത്തിനും ടു ആൻ എക്സ്റ്റെൻറ്റ് പ്രതിവിധി ഉണ്ട് എന്നുള്ളതും നമ്മൾ മനസ്സിലാക്കണം. പിന്നെ കറക്റ്റായിട്ടുള്ള ഒരു ഡോക്ടറെ കണ്ട് എന്താണ് പ്രശ്നം എന്ന് മനസ്സിലാക്കി നമ്മൾ ചികിത്സ എടുത്തു കഴിഞ്ഞാൽ
നമുക്ക് വളരെയധികം സക്സസ് ഉണ്ടായി നമ്മുടെ കയ്യിലൊരു കുഞ്ഞിനെ നമുക്ക് കിട്ടാൻ പറ്റുന്നും നമ്മളെല്ലാവരും മനസ്സിലാക്കണം. 50% റീസൺസ് പുരുഷന്മാരിലാണ്. കാരണം ആ ഗാമേറ്റ് 50% സ്ത്രീകളുടെയും 50% പുരുഷന്മാരുടെയാണ്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ കാലത്ത് മെൻ ആർ മോർ അവെയർ. സ്ത്രീകളും നമുക്ക് ഒരുപാട് സോഷ്യൽ മീഡിയ ഉണ്ട്, റിസോഴ്സസ് ഉണ്ട്, നമുക്ക് വായിക്കാം, അറിയാം. അപ്പോൾ ആ 50% ഫാക്ടറിനെ നമുക്ക് അങ്ങനെ കാണാതിരിക്കാൻ പറ്റില്ല. അപ്പോൾ വെൻ ഇൻഫെർട്ടിലിറ്റി ഇവാലുവേഷൻ കംപ്ലീറ്റ് ആവണമെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി മാൻ അല്ലെങ്കിൽ പുരുഷനെയും നമ്മൾ എക്സാമിൻ ചെയ്ത് നമ്മൾ ടെസ്റ്റുകളെല്ലാം ചെയ്യേണ്ടത് വളരെ വളരെ അനിവാര്യമാണ്. അല്ലെങ്കിൽ നമ്മൾ 50% കാര്യങ്ങളാണ് മനസ്സിലാക്കാത്തത്. കുറേ കാരണം ജനറ്റിക് ആണ്, കുറേ കാര്യങ്ങൾ നമ്മുടെ ലൈഫ് സ്റ്റൈൽ കൊണ്ടാവാം. ഇപ്പോൾ നമുക്ക് തടിയുള്ള ഒരാൾക്കാർക്ക് സെമൻ ഇഷ്യൂസ് ഉണ്ടാവാൻ സാധ്യത കൂടുതലാണ്. ഞാൻ പറഞ്ഞു ഇതേപോലെ ഒരുപാട് സ്ട്രെസ് ഉള്ള ആൾക്കാർക്ക്, അല്ലെങ്കിൽ മുന്നേ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ടാവാം അവർക്ക്, ലൈക്ക് ചെറുപ്പത്തിലെ എന്തെങ്കിലും സർജറി ഒക്കെ ചെയ്തിട്ടുണ്ട്, അല്ലെങ്കിൽ ചെറുപ്പത്തിൽ വേറെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. ടോർഷൻ, അതായത് നമ്മുടെ ടെസ്റ്റിക്കുലർ ടോർഷനൊക്കെ ഹിസ്റ്ററി ഉള്ള ആൾക്കാർക്ക്, അങ്ങനത്തെ ആൾക്കാർക്ക് വേറെ രീതിയിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവാം. പക്ഷേ ജനറലി അങ്ങനെ നമുക്ക് ഒരു സ്പെസിഫിക് ആയിട്ടുള്ള ഒരു റീസൺ എന്ന് പറയാൻ പറ്റില്ല. പക്ഷേ ഇതെല്ലാം ഒരു അക്യുമുലേറ്റഡ് ആയിട്ടുള്ള കാരണങ്ങൾ പലതും. കുറേ കാര്യങ്ങൾ അൺഎക്സ്പ്ലെയിൻഡ് ആയിട്ട്, അത് പ്രത്യേകിച്ച് ഒരു റീസൺ ഇല്ല. പക്ഷെ എന്നാലും സെമൻ അനാലിസിസ് ചെയ്ത് നോക്കുമ്പോഴാണ് നമ്മൾ ആ ഒരു ചെറിയ പ്രശ്നങ്ങൾ കണ്ടെത്തുന്നത്. 40 വർഷമായി IVF തുടങ്ങിയിട്ട്. ഓവർ 8 മില്യൺ ബേബീസ് ലോകത്തിൽ ജനിച്ചിട്ടുണ്ട്. അപ്പോൾ ഇമാജിൻ ഈ ഒരു ലോകം ആ 8 മില്യൺ ബേബീസ് ഇല്ലാത്തതും, ആ എത്രയോ കപ്പിൾസിന് ആ 8 മില്യൺ കുഞ്ഞുങ്ങളാണ് സന്തോഷം കൊടുത്തിരിക്കുന്നത് അല്ലേ. അപ്പോൾ IVF എന്ന് പറഞ്ഞാൽ വളരെ വലിയൊരു അനുഗ്രഹമാണ്. ഇപ്പോൾ കുട്ടികളില്ലാത്ത ആൾക്കാർക്ക് അല്ലെങ്കിൽ കുട്ടികളാവാൻ വൈകുന്ന ആൾക്കാർക്ക് IVF ഒരു വലിയൊരു അനുഗ്രഹം തന്നെയാണ്. അപ്പോൾ അത് കറക്റ്റായിട്ട് ആർക്കാണ് ഇൻഡിക്കേറ്റഡ് അവരത് ചെയ്തു കഴിഞ്ഞാൽ അവർക്ക് അതിൻ്റെ സക്സസ് ഡെഫിനറ്റ്ലി ഉണ്ടാവും. പക്ഷെ നമ്മളൊരു 100% സക്സസ് ഒരിക്കലും എക്സ്പെക്ട് ചെയ്ത് പോകരുത്. നമ്മൾ മാക്സിമം ഒരു 50% ആണ് നമ്മൾ എക്സ്പെക്ട് ചെയ്ത് പോകേണ്ട ഒരു റിസൾട്ട്. അപ്പോൾ അത് ചെയ്യേണ്ടത് വളരെ അനിവാര്യം തന്നെയാണ്. ചില സമയത്ത് എനിക്ക് തോന്നും നമ്മുടെ പേഷ്യൻസ് പ്രാർത്ഥിക്കണേക്കാളും കൂടുതൽ നമുക്ക് ആഗ്രഹം ഉണ്ടാവും അവർ പ്രഗ്നൻ്റ് ആവണം എന്ന്. കാരണം നമ്മൾ അവരുടെ ആ ഒരു സ്ട്രെസ്സും ഇമോഷണൽ ജേർണിയും അവരുടെ ബുദ്ധിമുട്ടുകളും നമ്മളോട് അവർ അത്ര അധികം ഷെയർ ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ നമുക്കിതൊരു കുഞ്ഞ് മാത്രമല്ല, അവരുടെ ഒരു ജീവിതം മുഴുവനായിട്ട് നമ്മൾ മാറ്റിമറിക്കുന്ന ഒരു കാര്യമാണ്. അപ്പോൾ ശരിക്കും അവർ നമ്മളൊരു ദൈവത്തിനെ പോലെ തന്നെയാണ് കാണുന്നത്. എൻ്റെ ഒരു പേഷ്യൻ്റ് എന്നോട് പറഞ്ഞത് എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്. അവരൊരു കല്യാണം കഴിഞ്ഞിട്ട് ഒരു 12 വർഷമായി കഴിഞ്ഞിട്ട് അവർക്ക് IVF ചെയ്തിട്ടൊരു കുഞ്ഞായി. അപ്പോൾ അവരുടെ പ്രഗ്നൻസി ടെസ്റ്റ് പോസിറ്റീവ് ആയപ്പോൾ അവരെന്നോട്, ഡോക്ടർ ആദ്യമായിട്ടാണ് എന്നോടൊരു ഡോക്ടർ പോസിറ്റീവ് ആണ് എന്ന് പറയുന്നത്. അപ്പം നമുക്ക് വളരെയധികം ലൈഫ് ചേഞ്ചിങ് ആയിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് ആണ്. അപ്പോൾ അതിലും വലിയൊരു സന്തോഷം നമുക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കൊടുക്കാൻ, അത് ഭയങ്കര ഒരു സാറ്റിസ്ഫൈയിങ്ങും ശരിക്കും നമ്മൾ ആ ദൈവത്തിൻ്റെ തൊട്ടടുത്ത് നിൽക്കുന്ന ഒരു ഫീലിംഗ് ആണ് നമുക്ക് ഉണ്ടാവുക. പേഷ്യൻസ് നമ്മൾ അങ്ങനെയാണ് കാണുന്നത്. ഇപ്പോൾ പേഷ്യൻസ് ഇപ്പോൾ ഡെലിവറി കഴിഞ്ഞ് കഴിഞ്ഞാലും കുറേ വർഷം കഴിഞ്ഞാൽ അവരുടെ കുഞ്ഞുങ്ങളുടെ ഫോട്ടോ നമുക്ക് അയച്ചു തരും. എന്ന് വെച്ചാൽ നമ്മളാണ് ആ കുഞ്ഞിനെ അവരുടെ കയ്യിൽ കൊടുത്തേ എന്നുള്ള ആ ഒരു ഇത് അവർക്ക് എന്നും ഉണ്ടാവും. അവർ നമ്മൾ ഒരിക്കലും മറക്കില്ല. അപ്പം അത് ശരിക്കും ഭയങ്കര ഒരു അനുഗ്രഹം തന്നെയാണ്. ചിലപ്പോൾ എനിക്ക് ആലോചിക്കും, ഞാൻ എൻ്റെ കുട്ടികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൾ കൂടുതൽ എൻ്റെ പേഷ്യൻസിന് വേണ്ടി പ്രാർത്ഥിക്കാറുണ്ട്. കാരണം നമുക്ക് അത് അത്രയും ഒരു പേഴ്സണലും ഒരു ഇമോഷണൽ ആയിട്ടുള്ള ഒരു ജേർണിയാണ് അവരുടെ കൂടെ. സാധാരണ എല്ലാവർക്കും ഒരു തെറ്റിദ്ധാരണ ഉണ്ടാവും. ഇപ്പോൾ ഒരു കുഞ്ഞ് IVF-ലൂടെ ഉണ്ടായി, ആ കുഞ്ഞിന് കുട്ടികൾ ഉണ്ടാവണമെന്നുണ്ടെങ്കിലും IVF ചെയ്യേണ്ടി വരും എന്നുള്ളതൊരു തെറ്റിദ്ധാരണയാണ്. കാരണം ലൂയി ബ്രൗൺ, എനിക്കറിയില്ല എത്ര പേര് കേട്ടു. ലൂയി ബ്രൗൺ ആണ് ഏറ്റവും ഈ ലോകത്ത് ആദ്യമായിട്ടുണ്ടായ IVF ബേബി. ലൂയി ബ്രൗൺ ഉണ്ടായത് വളരെ നാച്ചുറലായിട്ട് കൺസീവ് ചെയ്ത് കുട്ടിയാണ്. ആ കുഞ്ഞിൻ്റെയും ഡെലിവറി കഴിഞ്ഞു. അപ്പോൾ ഇത് ഞാൻ പറഞ്ഞല്ലോ, 40 വർഷമായിട്ട് IVF ചെയ്ത് കുഞ്ഞുങ്ങൾ ജനിച്ച് അവരുടെ കുട്ടികൾ ജനിച്ച് നമ്മൾ അവിടെയാണ് നിൽക്കുന്നത്. അപ്പം നമുക്ക് ഇത്രയും വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ട്. എങ്ങനെയാണ് കുട്ടികൾ ബിഹേവ് ചെയ്യുന്നത്, അവർക്ക് എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ടോ, അവരുടെ കുഞ്ഞുങ്ങൾക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടായിട്ടുള്ളോ എന്നുള്ള സ്റ്റഡീസൊക്കെ വളരെ കൃത്യമായിട്ട് നടന്നിട്ടുണ്ട്. അതിലൊന്നും വേറെ പ്രശ്നങ്ങളൊന്നും കണ്ടെത്തിയിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ ഒരു പേടി നമുക്ക് ഉണ്ടാവരുത്, അങ്ങനെ ഒരു തെറ്റിദ്ധാരണയും നമ്മുടെ മനസ്സിലുണ്ടാവരുത്. IVF എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ നോർമലായിട്ട് നമ്മൾ ആ ഒരു പ്രശ്നത്തിന് നമ്മൾ ടേക്ക് കെയർ ചെയ്യാനായിട്ടുള്ള ഒരു മെഡിസിൻ ആണത്. അല്ലാണ്ട് വേറെ അതുകൊണ്ടുണ്ടാവുന്ന കുഞ്ഞുങ്ങൾക്കൊന്നും വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. നമ്മൾ ഒരു തവണ ഇഞ്ചക്ഷൻ എടുത്തു, പിന്നെ രണ്ടാമത്തെ തവണ ഇഞ്ചക്ഷൻ എടുക്കാൻ പറ്റില്ല, അങ്ങനെയില്ല. കുറേ പേഷ്യൻസ് ഉണ്ട് നമ്മുടെ കയ്യിൽ 5ഉം 6ഉം IVF സൈക്കിൾ ചെയ്തു, 10 IVF സൈക്കിളൊക്കെ ചെയ്തിട്ട് വന്ന പേഷ്യൻസ്. അവർക്കൊന്നും വേറെ അതുകൊണ്ട് മെഡിസിൻസ് കൊണ്ട് വേറെ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. അതെല്ലാം നമ്മുടെ പേഴ്സണൽ ഫിനാൻഷ്യൽ ബാക്ക്ഗ്രൗണ്ടിനനുസരിച്ചിരിക്കുന്നു.
അപ്പോൾ ആൻഡ് അൾട്ടിമേറ്റ്ലി നമ്മുടെ റീസൺസ്, പേഷ്യൻ്റ് എന്തുകൊണ്ട് പ്രീവിയസ് IVF ഫെയിലായി, എന്താണ് അതിൻ്റെ റീസൺ കണ്ടെത്തി മുന്നോട്ട് പോകുന്നത്. അപ്പോൾ മോസ്റ്റ് ഓഫ് ദി പേഷ്യൻസിന് ഒരു 3-4 സൈക്കിളിൽ കൂടുതലൊന്നും ഒരിക്കലും ചെയ്യേണ്ടി വരാറില്ല. അതിനു മുന്നേ നമ്മൾ ഒന്നില്ലെങ്കിൽ അവർ പ്രഗ്നൻ്റ് ആവണം, അല്ലെങ്കിൽ അതിൻ്റെ വേറെ റീസൺസ് കണ്ടെത്തണം. പിന്നെയും നമ്മൾ ഒരേ പേഷ്യൻറ്റിൽ വീണ്ടും വീണ്ടും ചെയ്തുകൊണ്ടിരിക്കുന്നതിനേക്കാളും പ്രശ്നം എവിടെയാണെന്ന് കണ്ടെത്തി അതിന് പരിഹാരം നോക്കുക എന്നുള്ളതാണ്. ആസ് എൻ എക്സ്പേർട്ട് അല്ലെങ്കിൽ യുവർ ഡോക്ടർ വിൽ ഫൈൻഡ് ഔട്ട് എ സൊല്യൂഷൻ ഫോർ ഇറ്റ്. അപ്പോൾ അത് പക്ഷേ ഇന്ന തവണ ചെയ്യണം എന്നുള്ളത് ആർബിട്രറി ആയിട്ട് അങ്ങനെ ഒരു കട്ട് ഓഫ് നമുക്കില്ല. നമ്മൾ PCOS വളരെയധികം ഓവർ എസ്റ്റിമേറ്റും ചെയ്യുന്നുണ്ട്. അതായത് നമ്മൾ ഇതിനൊരു പ്രത്യേക ഒരു ക്രൈറ്റീരിയ ഉണ്ട്. നമ്മൾ എന്ന് വെച്ചാൽ നമ്മുടെ എല്ലാവരുടെയും ഗൈഡ് ലൈൻസ് വെച്ചിട്ട് നമ്മളൊരു 3 ക്രൈറ്റീരിയ മീറ്റ് ചെയ്തിട്ട് അതിലേതെങ്കിലും 2 ഉണ്ടെങ്കിലേ PCOD അല്ലെങ്കിൽ PCOS ഡയഗ്നോസ് ചെയ്യാൻ പറ്റുള്ളൂ. അതിനകത്ത് നമ്മുടെ സിംറ്റംസ് ഉണ്ട്, നമ്മുടെ ക്ലിനിക്കൽ ഫീച്ചേഴ്സ്, അതായത് നമുക്ക് ശരീരത്തിൽ എവിടെയെങ്കിലും ദേഹത്തിൽ രോമ വളർച്ച കൂടുതൽ, നമ്മുടെ ആക്നെ, അതായത് മുഖക്കുരു, അങ്ങനെ എന്തെങ്കിലും ഉണ്ട്. പിന്നെ സ്കാനിൽ കുറച്ച് പോളിസിസ്റ്റിക് അപ്പിയറൻസ് ഉണ്ടാവണം, അതിനും ക്രൈറ്റീരിയ ഉണ്ട്. അപ്പോൾ ഇതിൽ 3 ഏതെങ്കിലും 2 ഉണ്ടെങ്കിലേ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് PCOS ഡയഗ്നോസ് ചെയ്യാൻ പറ്റുള്ളൂ. പക്ഷെ അൺഫോർച്ചുനേറ്റ്ലി നമ്മൾ ഇപ്പോഴത്തെ പല കുട്ടികളും ഒരു സ്കാനിൽ കുറച്ച് PCO ഫീച്ചേഴ്സ് ഉള്ളപ്പോൾ തന്നെ ഡോക്ടർ എനിക്ക് PCOD ഉണ്ട് എന്നാണ് പറഞ്ഞിട്ടാണ് നമ്മുടെ അടുത്ത് വരുന്നത്. അപ്പോൾ അത് ഫസ്റ്റ് തിങ് ഡയഗ്നോസിസിനെ ഒന്ന് കറക്റ്റ് ആക്കണം, എല്ലാവരും അതിനെക്കുറിച്ച് അവെയർ ആയിരിക്കണം. സെക്കൻഡ് തിങ് ഇസ് ദാറ്റ് നമ്മുടെ ലൈഫ് സ്റ്റൈൽ. ഇപ്പോൾ നമ്മൾ എല്ലാവരും വളരെ സെഡൻറ്ററി ആയിട്ടാണ്. ഇപ്പോൾ പണ്ടൊക്കെ നമ്മൾ വീട്ടിലെ കാര്യങ്ങളും വർക്കൊക്കെ ചെയ്തിരുന്നു. ഇപ്പം നമ്മൾ വളരെ സെഡൻറ്ററി ആയിട്ടാണ് ജീവിക്കുന്നത്. പിന്നെ സെക്കൻഡ് തിങ്, നമ്മുടെ സ്ട്രെസ്സ് ഭയങ്കര കൂടുതലാണ്. സ്ട്രെസ് ലെവൽസ്, നമ്മൾ ഭക്ഷണം കഴിക്കുന്നതിൽ കൂടുതൽ ഈ അൺഹെൽത്തി ആയിട്ടുള്ള കാര്യങ്ങളാണ് കൂടുതലായിട്ട്. ഷുഗർ കൂടുതലാണ്, അൺഹെൽത്തി ഫാറ്റ്സ് കൂടുതലാണ്. അപ്പോൾ ആ ഡയറ്ററി മോഡിഫിക്കേഷൻ, ലൈഫ് സ്റ്റൈൽ മാനേജ്മെൻ്റ് ആണ് നമ്മൾ ഏറ്റവും ആദ്യം അഡ്വൈസ് ചെയ്യുന്നതും ചെയ്യേണ്ടതും. അപ്പോൾ ആ കാരണങ്ങളെല്ലാം നമ്മൾ മറക്കുന്നു. അപ്പോഴാണ് ഈ PCOൻ്റെ ഇത് കൂടുതലായിട്ട് വരുന്നത്. പിന്നെ ചില കുട്ടികൾക്ക് ചെറുപ്പം മുതലേ ഇറെഗുലർ സൈക്കിൾസ്. അപ്പോൾ ഇതിനകത്ത് കുറച്ചൊരു ഫീറ്റൽ ഒറിജിൻ, അതായത് കുഞ്ഞ് അമ്മയുടെ വയറ്റിലുള്ളപ്പോൾ തൊട്ടേ ചേഞ്ചസ് വരുന്നു എന്നുള്ള തിയറീസും ഉണ്ട്. അപ്പോൾ ഇതിന് കുറേ ഫാക്ടേഴ്സ് ഉണ്ട്. പക്ഷേ ഇതിൻ്റെ മേജർ ആയിട്ടുള്ളത് നമ്മുടെ ആ ഒരു ലൈഫ് സ്റ്റൈൽ പാറ്റേൺ തന്നെയാണ്. അതുകൊണ്ട് നമുക്ക് കുറേ കാര്യങ്ങൾ ഈ ലൈഫ് സ്റ്റൈൽ ശരിയാക്കിയാൽ തന്നെ നമുക്ക് കറക്റ്റ് ചെയ്യാൻ പറ്റും. മെൻ്റൽ പീസ് അല്ലെങ്കിൽ മെൻ്റൽ ആ ഒരു ഹെൽത്ത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അത് വളരെ അണ്ടർ റേറ്റഡും ഒട്ടും സംസാരിക്കാത്തൊരു വിഷയമാണ്. ഇപ്പോൾ നമ്മൾ ഗർഭധാരണയുള്ള ഒരു സ്ത്രീ, അല്ലെങ്കിൽ പ്രഗ്നൻ്റ് ആവാൻ പോണ ഒരാൾ, പ്രഗ്നൻ്റ് ആയിട്ടുള്ള ഒരാൾ, പ്രഗ്നൻസി ഡെലിവറി കഴിഞ്ഞിട്ടുള്ള ഒരാൾ, ഇതൊരു 3 ഫേസിലേക്ക് നമുക്ക് വേണേൽ ഡിവൈഡ് ചെയ്യാം. ഓരോ ഫേസിലും ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ അതൊരു സോഷ്യലി നമ്മളെല്ലാവരും സ്ത്രീകളെ മാത്രം നോക്കണം എന്നല്ല, പക്ഷെ സ്ത്രീകളുടെ കുറേ കാര്യങ്ങൾ മനസ്സിലാക്കി അവർക്ക് ആ മെൻ്റൽ സ്ട്രെസ് അല്ലെങ്കിൽ അവരുടെ മെൻ്റൽ ഹെൽത്തിന് വളരെ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ട ഒരു കാലഘട്ടമാണ് ഇപ്പോൾ. പ്രഗ്നൻസി ആവാത്തൊരു സ്ത്രീയുടെ സ്ട്രെസ് ഇസ് ഡിഫറെൻറ്റ്, പ്രഗ്നൻ്റ് ആയിരിക്കുന്ന ആൾക്കാരുടെ സ്ട്രെസ് ഡിഫറെൻ്റ് ആണ്, പ്രഗ്നൻസി ഡെലിവറി കഴിഞ്ഞ ആൾക്കാരുടെ മെൻ്റൽ ഹെൽത്തും ഡിഫറെൻ്റ് ആണ്. അപ്പോൾ ഇതിനകത്ത് ഒരുപാട് ഹോർമോൺസ് കാര്യങ്ങൾക്ക് എല്ലാവർക്കും റോളുണ്ട്. പക്ഷെ നമ്മുടെ സൊസൈറ്റിക്ക് ചെയ്യാൻ പറ്റുന്ന കുറേ കാര്യങ്ങളുണ്ട്. അപ്പോൾ ആ മെൻ്റൽ ഹെൽത്തിന് നമ്മൾ എല്ലാവരും അവെയർ ആയിരിക്കണം. പ്രശ്നങ്ങൾ ഉണ്ടാവുന്നു, അതിന് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ യു ഷുഡ് ഗെറ്റ് ഹെൽപ്പ്. നമുക്ക് എവിടെയാണെന്നുണ്ടെങ്കിലും ആ ഒരു ഹെൽപ്പ് എടുക്കുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. ഇന്നത്തെ കാലത്തെ ഡോക്ടർമാരായാലും ഇപ്പോൾ സൈക്കോളജിസ്റ്റ് ആയാലും നമ്മളെല്ലാവരും അതിന് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്ത് നമുക്ക് എല്ലാവർക്കും മനസ്സിലാവുന്ന ഒരു കാര്യമാണ്. ആസ് എ വുമൺ ഓൾസോ വി ഹാവ് ഓൾസോ ഗോൺ ത്രൂ ദാറ്റ് ആൻഡ് വി അണ്ടർസ്റ്റാൻഡ് ദാറ്റ് അറ്റ് എ പേഴ്സണൽ ലെവൽ. സ്ത്രീ ആരോഗ്യത്തിനെ കുറിച്ചും കുടുംബാസൂത്രണത്തിനെ കുറിച്ചും പറയുമ്പോൾ എനിക്ക് ഏറ്റവും വലിയൊരു കാര്യം പറയാനുള്ളത് സ്ത്രീയുടെ മാത്രം ആയിട്ട് വരേണ്ട ഒരു കാര്യമായിരിക്കരുത്. അത് ഒരു കുടുംബത്തിനെ മൊത്തം എഫക്റ്റ് ചെയ്യുന്ന ഒരു കാര്യമായിരിക്കണം. സോ സ്ത്രീകളുടെ ഹെൽത്ത്, അവരുടെ ഇഷ്യൂസിനെ അവരറിഞ്ഞിരിക്കണം, അവരുടെ ഫാമിലി അറിഞ്ഞിരിക്കണം. അത് ഏതൊരു രംഗത്തായാലും, ഇപ്പോൾ ഇൻഫെർട്ടിലിറ്റി ആവാം, ജനറൽ ഹെൽത്ത് ആവാം, വേറെ എന്ത് പ്രശ്നങ്ങളുണ്ടെങ്കിലും അത് അവരറിഞ്ഞിരിക്കുക. പ്ലസ് ഫാമിലിയുടെ സപ്പോർട്ട് ഉണ്ടാവുക. കുടുംബാസൂത്രണം സ്ത്രീകൾ മാത്രം ചെയ്യേണ്ട ഒരു കാര്യമല്ല, അതിനകത്ത് പുരുഷന്മാർക്കും പല കാര്യങ്ങളും ചെയ്ത് അതിനെക്കുറിച്ചുള്ള അവയർനെസ്സും പുരുഷന്മാർക്കും ഉണ്ടായിരിക്കണം. അപ്പോൾ എന്തൊക്കെയാണ് അതിൻ്റെ മെത്തേഡ്സ് എന്നുള്ളതും അതിനെന്തൊക്കെ ചെയ്യാൻ പറ്റുന്നുള്ളതും രണ്ടുപേരും അവെയറായിട്ട് ഒരുമിച്ചൊരു തീരുമാനം എടുത്ത് കുടുംബാസൂത്രണത്തിൻ്റെ പ്രൊസീജിയേഴ്സ് നമുക്ക് ചെയ്യാവുന്നതാണ്. ഞാൻ തുടക്കത്തിൽ പറഞ്ഞതുപോലെ തന്നെ വന്ധ്യതയെ നമ്മൾ ഒരു പ്രശ്നമായിട്ട് കണ്ട് നമ്മൾ അതിനെ ഒരു സാമൂഹിക പ്രശ്നം,
അതായത് നമ്മുടെ വീട്ടിലെ ഇതൊരു മെഡിക്കൽ പ്രശ്നമായിട്ട് മാത്രമല്ല നിൽക്കുന്നത്. ഇത് നമ്മുടെ എല്ലാവരുടെയും ആ കപ്പിളിൻ്റെ ഫാമിലീനെ എഫക്റ്റ് ചെയ്യുന്നു, അവരുടെ കുടുംബത്തിനെ മുഴുവൻ എഫക്റ്റ് ചെയ്യുന്നു, അവരുടെ സന്തോഷത്തിനെ എഫക്റ്റ് ചെയ്യുന്നു, എല്ലാത്തിനെയും എഫക്റ്റ് ചെയ്യുന്നു. അപ്പോൾ നമ്മൾ ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടെന്നുണ്ടെങ്കിൽ ആ കപ്പിളിനെ സപ്പോർട്ട് ചെയ്ത് ഹെൽപ്പ് ചെയ്ത് എത്രയും പെട്ടെന്ന് ഒരു ട്രീറ്റ്മെൻറ്റ് അല്ലെങ്കിൽ ഒരു എക്സ്പേർട്ടിനെ കണ്ട് അഡ്വൈസ് എടുത്ത് എന്താണ് ഉചിതമായ ട്രീറ്റ്മെൻറ്റ് അതെടുക്കുക എന്നുള്ളതാണ് ഇമ്പോർട്ടൻറ്റ്. അപ്പോൾ അതിൻ്റെ ഈ സോഷ്യൽ സ്റ്റിഗ്മ മാറ്റിവെച്ച് ഇതിനൊരു മെഡിക്കൽ പ്രശ്നമായിട്ട് കണ്ട് അതിന് പരിഹാരമുണ്ടെന്ന് മനസ്സിലാക്കി മുന്നോട്ട് പോകുക എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. അപ്പോൾ അതാണ് എൻ്റെ ഏറ്റവും വലിയ മെസ്സേജ്. നമ്മൾ ഇതിനിപ്പോഴും അയ്യോ അങ്ങനെ ഒരു പ്രശ്നമുണ്ട് നമുക്ക് ആരോടും പറയണ്ട എന്നുള്ളതല്ല. അത് ഏതൊരു അസുഖത്തിനെ പോലെയും അതൊരു പ്രശ്നമുണ്ട്, അതിനൊരു പരിഹാരമുണ്ട് എന്ന് മനസ്സിലാക്കി ചികിത്സ തേടുക എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്.